നന്മകൾക്കും ദാനങ്ങൾക്കും നന്ദിയാൽ വാഴ്ത്തിയിടും ഞാൻ. നന്മകൾക്കും ദാനങ്ങൾക്കും എൻ്റെ താഴ്ചയിൽ എന്നെ ഓർത്ത നാഥ, എന്തുള്ളു അടിയൻ നിൻ മുൻപിൽ. എൻ്റെ താഴ്ചയിൽ എന്നെ ഓർത്ത നാഥ, എന്തുള്ളു അടിയൻ നിൻ മുൻപിൽ. കഴിഞ്ഞ നാളുകളിൽ ആശ്രയമായി തുണച്ചവനേ, കഴിഞ്ഞ നാളുകളിൽ ആശ്രയമായി തുണച്ചവനേ, കൺമണി പോലെ കാത്തിൽ സൂക്ഷിച്ചെന്നെ ശോധന ഏറ്റമേറിയപ്പോ, കൺമണി പോലെ കാത്തു സൂക്ഷിച്ചെന്നെ ശോധന ഏറ്റമേറിയപ്പോ, നന്ദിയാൽ വാഴ്ത്തിയിടും ഞാൻ. നന്മകൾക്കും ദാനങ്ങൾക്കും എൻ്റെ താഴ്ചയിൽ എന്നെ ഓർത്ത നാഥ, എന്തുള്ളു അടിയൻ നിൻ മുൻപിൽ. എൻ്റെ താഴ്ചയിൽ എന്നെ ഓർത്ത നാഥ, എന്തുള്ളു അടിയൻ നിൻ മുൻപിൽ. എൻ്റെ താഴ്ചയിൽ എന്നെ ഓർത്ത നാഥ, എന്തുള്ളു അടിയൻ നിൻ മുൻപിൽ. Amen. Praise the Lord. Hallelujah. സകല ലോകത്തിൻ്റെ രാജാവും എൻ്റെ കർത്താവും മായ നമ്മുടെ ദൈവം വാഴ്ത്തപ്പെട്ടവൻ. ആ ധന്യവും നിസ്തുല്യമായ നാമത്തിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും എൻ്റെ സ്നേഹവന്ദനം. പ്രത്യേകാൽ ഈ ദേശത്തിൻ്റെ ആത്മീയ ഉദ്ധാരണത്തിനും അനേകം പേരുടെ വിടുതലിനും വേണ്ടി ദൈവത്താൽ നിയോഗിച്ചതായ ദൈവസഭയിൽ കടന്നു വന്ന് കർത്താവിൻ്റെ സാക്ഷിയായി നിൽപ്പാൻ സർവ്വകൃപാലുവായ ദൈവം നടത്തിയത് കൊണ്ടുവന്നത് ഓർത്ത് ഞാൻ ദൈവത്തെ സ്തോത്രം ചെയ്യുന്നു. പ്രത്യേകാൽ സഭയുടെ ശുശ്രൂഷനായിരിക്കുന്ന ഏറ്റവും സ്നേഹിക്കുന്ന കർത്താവിൻ്റെ ആദരണീയൻ ബഹുമാന്യ കർത്താവിൻ്റെ ദാസൻ സ്കറിയ പാസ്റ്റർ കുടുംബം, അതോടൊപ്പം തന്നെ വേദിയിലായിരിക്കുന്ന വാത്സല്യ പിതാവ്, അതോടൊപ്പം തന്നെ ദൈവമക്കൾ, മാതാക്കൾ, പിതാക്കൾ, കുഞ്ഞുങ്ങൾ എല്ലാവർക്കും കർത്താവ് എൻ്റെ വന്ദനത്തെ അറിയിക്കുന്നു. ഇവിടെ നിന്നപ്പോൾ എനിക്ക് ഒത്തിരി പെട്ടെന്ന് സങ്കടം വന്നു. കാരണം കഴിഞ്ഞ വർഷം സാറാമാൻറ്റി കാണുവാൻ സംസാരിക്കാനൊക്കെ ഞങ്ങളെ ഒത്തിരി ഇടയ്ക്ക് വിളിക്കുകയൊക്കെ ചെയ്തൊരു ആശ്വാസം ആയിരുന്നു സാറാമാൻറ്റി. പക്ഷേ പെട്ടെന്ന് എൻ്റെ ഹൃദയത്തിൻ്റെ വലിയൊരു കർത്താവ് സമയമായപ്പോൾ കർത്താവിൻ്റെ രാജ്യത്ത് ദൈവം ചേർത്തു. ഇന്ന് പകലും നാം ദൈവത്തിൻ്റെ സന്നിധിയിലായിരിക്കുമ്പോൾ ദൈവത്തിൻ്റെ കൃപയാണ് നമ്മളെ ഇന്ന് വരെയും ദൈവം നടത്തിയത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കർത്താവിൻ്റെ ആ സ്നേഹത്തെ ഓർത്ത് ഞാൻ സ്തോത്രം ചെയ്യുന്നു. അതോടൊപ്പം തന്നെ ജസിച്ചാനും അവർ ജോബിച്ചാൻ, അതുപോലെ ഷായിച്ചാൻ, എല്ലാവരോടൊപ്പം എനിക്കും കടന്നു വരുവാൻ ദൈവമിടയാക്കി. ഇങ്ങനൊരു മീറ്റിംഗ് ക്രമീകരിച്ചപ്പോൾ എന്നെയും ഓർത്ത് എനിക്കും ഒരു അവസരം തന്ന ദൈവമക്കളോടും കർത്താവിൻ്റെ ദാസനോടും എല്ലാവരോടും എൻ്റെ നന്ദിയെ അറിയിക്കുന്നു. കർത്താവ് നമ്മളെല്ലാവരെയും ധാരാളമായിട്ട് അനുഗ്രഹിക്കുന്ന 56-ാം സങ്കീർത്തനം, അതിൻ്റെ പശ്ചാത്തലം എൻ്റെ ജീവിതത്തിൻ്റെ അനുഭവമായി ചേർത്ത് വെച്ച് കുറച്ച് സമയം 10-15 മിനിറ്റ് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. 56-ാം സങ്കീർത്തനം അതിൻ്റെ പശ്ചാത്തലം മാത്രം എൻ്റെ ജീവിതവുമായി ഞാൻ തട്ടിച്ച് കർത്താവിൻ്റെ ദൈവമക്കളുടെ നടുവിൽ ഒരാത്മീയ ഉത്തേജനത്തിന് പറയാൻ ആഗ്രഹിക്കുന്നു. അതിൻ്റെ 56-ാം സങ്കീർത്തനം അതിൻ്റെ പ്രാരംഭത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു: സംഗീത പ്രമാണിക്ക് ദൂരസ്ഥന്മാരിടയിൽ മിണ്ടാത്ത പ്രാവ് എന്ന രാഗത്തിൽ ദാവീദിൻ്റെ ഒരു സ്വർണ്ണഗീതം. ഫെലിസ്ത്യർ അവനെ ഗത്തിൽ വച്ച് പിടിച്ചപ്പോൾ ചമച്ചത്. അപ്പോൾ അതിനൊരു ടൈറ്റിൽ കൊടുക്കുവാണെങ്കിൽ അതിനെ ആ ഒരു സങ്കീർത്തനത്തിന് ഇങ്ങനെ പറയാം: കണ്ണുനീരിൻ്റെ മുമ്പിൽ മറികടക്കാത്തൊരു ദൈവം. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ.
ഈ ലോകത്തിൽ ഒരു മനുഷ്യനും വില കൊടുക്കാത്തൊരു സാധനമാണ് കണ്ണുനീര്, അല്ലേ? പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. പക്ഷേ ഒരാൾ കണ്ണുനീരിൻ്റെ വില നന്നായി അറിയാം. നല്ല പോലെ കരഞ്ഞൊരു മനുഷ്യനാണ് ദാവീദ്. അപ്പോൾ ഞാൻ പറഞ്ഞു, ലോകത്തിൽ ഒരു വിലയുമില്ലാത്തൊരു സാധനമാണ് കണ്ണുനീര്. അപ്പോൾ ഒരു കപ്പ് കണ്ണുനീര് അല്ലെങ്കിൽ ഒരു കപ്പ് കണ്ണുനീര് നമ്മൾ അടുത്ത റേഷൻ കടയിൽ കൊണ്ട് കൊടുത്തിട്ട് പറയാം, വരുന്നൊരാഴ്ചത്തേക്ക് ഞങ്ങൾക്ക് അരിയും ഗോതമ്പും പഞ്ചസാരയൊക്കെ തരാൻ പറഞ്ഞാൽ ആരെങ്കിലും തരത്തില്ല. പക്ഷെ ലോകത്തിൻ്റെ മുമ്പിൽ ഒരിക്കലും കണ്ണുനീരിന് വിലയില്ല. പക്ഷെ കണ്ണുനീരിന് വിലയുള്ള ഒരിടമുണ്ട്. പ്രൈസ്, അതെവിടാണെന്നറിയാമോ? കർത്താവിൻ്റെ സന്നിധിയില്ല. ഹല്ലേലൂയ. അപ്പം ദാവീദ് ഇരുന്ന് ആ ഗത്തിൽ വെച്ച് താൻ പിടിക്കപ്പെടുകയാണ്. താൻ ഓടി 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 അവസാനം അവിടെ നിന്ന് ഇനി മുന്നോട്ട് പോകണമെങ്കിൽ എല്ലാ വഴികളും അടഞ്ഞു. പ്രൈസ് ദി ലോർഡ്. ഇനി കരയുക മാത്രമേ ഒരു മാർഗമുള്ളൂ. അവിടെ കിടന്ന് ദാവീദ് കരയുക. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ആ സമയത്ത് എഴുതിയതാണ് ഈ സങ്കീർത്തനം. അപ്പോൾ ഈ ഒരു സങ്കീർത്തനം എഴുതിയപ്പം അതിനൊരു രാഗം വേണം. എല്ലാ പാട്ടിനും ഒരു രാഗമുണ്ടല്ലേ? ഏത് പാട്ട് നോക്കിയാലും നിരവധി രാഗങ്ങൾ, ഹരഹരപ്രിയ, അതുപോലെ നിരവധി രാഗങ്ങളുണ്ട്. അപ്പോൾ ആ രാഗം തൻ്റെ അവസ്ഥയുമായി ഒത്തിരി അഭേദ്യമായ ബന്ധം കിടക്കുന്നുണ്ട് ആ രാഗത്തിന് ദാവീദിട്ട പേര് ഇതാണ്. പ്രൈസ്, യോനാത്ത് എലം രഖോഖീം എന്നാണ് ആ രാഗത്തിന് ദാവീദ് പേരിട്ടത്. അപ്പോൾ യോനാത്ത് എന്ന് പറയുമ്പോൾ പ്രാവ്, യോനാത്ത് എലം എന്ന് പറയുമ്പോൾ പ്രാവുകൾ, രഖോഖീം, അതാണ് രാഗത്തിൻ്റെ വിശുദ്ധ എബ്രായ ഭാഷയിൽ അതിന് കൊടുത്തിരിക്കുന്ന വിശദീകരണം. അപ്പോൾ താൻ അവിടെ കിടന്ന് കരയുകയാണ്. ഇതുപോലെ പേഴ്സണൽ ലൈഫിൽ കരഞ്ഞൊരു മനുഷ്യനില്ല. ഞാൻ എൻ്റെ ജീവിതത്തിൽ പറയാം, ഇതുപോലെ എൻ്റെ വ്യക്തിപരമായ ജീവിതത്തിൽ ഒത്തിരി കരഞ്ഞതുകൊണ്ടാണ് ഇന്നും ദൈവമക്കളുടെ നടുവിലിരിക്കാൻ ദൈവം ഇടയാക്കിയത്. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഇങ്ങനെയൊക്കെ ഈ കസരയിലൊക്കെ ഇരിക്കുമ്പോൾ ഞാൻ പെട്ടെന്ന് ഓർക്കും, പെട്ടെന്ന് കഴിഞ്ഞ നാളുകൾ ഞാൻ പെട്ടെന്ന് ഓർക്കും, ദൈവം ദൈവം നമ്മളെ കൊണ്ടുവന്നല്ലോ. ഇത്രത്തോളം ദൈവം എല്ലാ പ്രതീക്ഷകളും, ജീവിതത്തിലെ എല്ലാ പ്രതീക്ഷകളും അസ്തമിച്ചു പോയൊരു വ്യക്തി ഞാൻ. പ്രൈസ് ദി ലോർഡ്. മുമ്പിലെല്ലാ വഴികളും അടഞ്ഞു. ഹല്ലേലൂയ. അവിടെ നിന്ന് എല്ലാ വഴികളും അടഞ്ഞപ്പോൾ കണ്ണുനീരിൻ്റെ മുമ്പിൽ ദൈവം മറികടന്നു പോയില്ല. പ്രൈസ് ദി ലോർഡ്. ഞാൻ ഒരിക്കൽ പോലും വിചാരിച്ചിട്ടുള്ള കാര്യമല്ല, ഇങ്ങനെ എഴുന്നേറ്റ് നിൽക്കുമെന്നും നടക്കുമെന്നും ഒന്നും ഞാൻ വിചാരിച്ചതല്ല. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അതോ എൻ്റെ കരുത്ത് എപ്പോഴും ഞാൻ ദൈവത്തിൻ്റെ സന്നിധിയിൽ നിൽക്കുമ്പോൾ ഞാൻ എപ്പോഴും എൻ്റെ കഴിഞ്ഞ കാലം എപ്പോഴും ഓർക്കും. പ്രൈസ് ദി ലോർഡ്. ആധുനിക വൈദ്യശാസ്ത്രം ഒരിക്കലും ഇനി എഴുന്നേൽക്കത്തില്ല, ഇതോടെ അവസാനിച്ചു. എൻ്റെ പേരൻസിനോടൊക്കെ പറഞ്ഞത്, അവനെ അതുകൂടെ ജീവിതം തീർന്നു, അവനെ കുഴിച്ചു മൂടിക്കോളാൻ പറഞ്ഞപ്പോൾ ആ വിധികളെയൊക്കെ തിരുത്തി എഴുതി ഇതുപോലെ കൊണ്ടുവന്ന ദൈവത്തിൻ്റെ ആ സ്നേഹം. പലപ്പോഴും നമുക്കതിൻ്റെ ആ ഗൗരവം എത്രത്തോളം അറിയാൻ പറ്റുന്ന, പലപ്പോഴും നമ്മുടെ ബലമൊന്നും നമുക്ക് ഉതകാത്ത ചില സമയം നമ്മുടെ ലൈഫിൽ വരും. പ്രൈസ് ദി ലോർഡ്. ഇപ്പം നമ്മുടെ പണമൊന്നും നമ്മളെ സഹായിച്ചെന്ന് വരത്തില്ല. അതൊക്കെ ഈ കോവിഡ് സമയത്ത് നമ്മളെ ഒത്തിരി ദൈവം അറിയിച്ചു. നമ്മുടെ പണം കൊണ്ടൊന്നും വെറും ശൂന്യ, പക്ഷേ പണം ആവശ്യമാണ്. പക്ഷെ അതൊന്നും നിസ്സഹായമായി പോയെന്നൊരു സാഹചര്യം നമ്മുടെ ലൈഫിൽ വന്നു, നമ്മളെല്ലാം കണ്ടതുമാണ്. അപ്പം ഞാനിവിടെ നിന്നപ്പോൾ എൻ്റെ കഥ എനിക്ക് പെട്ടെന്ന് അങ്ങ് സങ്കടം വന്നു. ഒത്തിരി കഴിഞ്ഞ വർഷം ഒത്തിരി ശുശ്രൂഷകളൊന്നും എനിക്കില്ലായിരുന്നു. പക്ഷേ എൻ്റെ പപ്പ എൻ്റെ കാര്യം ഒന്നും മുടക്കം വരുത്തില്ല. പ്രൈസ്, അല്ല നമ്മുടെ ജീവിതം ഓർത്തേക്ക് ഇന്ന് വരെയും നമ്മുടെ എന്തെങ്കിലും കാര്യം ദൈവം മാറ്റി വെച്ചിട്ടുണ്ടോ? പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. എനിക്ക് ഒരു കാര്യങ്ങൾ പോലും മാറ്റിവെക്കാതെ നമ്മളെ എത്ര ശ്രേഷ്ഠമായിട്ടാണ്, എത്ര അതിശയകരമായ ദൈവം നടത്തിയത്. ഹല്ലേലൂയ. ഒന്നിനും മുട്ടില്ലാതെ, ഒന്നിനും കുറവില്ലാതെ ദൈവം നമ്മളെ ശ്രേഷ്ഠതയോടെ ബലത്തോടെയാണ് നമ്മളെ ദൈവം നടത്തി. അപ്പോൾ ദാവീദ് കരയുകയാണ്. അപ്പോൾ ഇതുപോലെ കരഞ്ഞ 1-2 പേരെ ഞാൻ ചൂണ്ടിക്കാണിച്ചിട്ട് പെട്ടെന്നിരിക്കാൻ ഞാൻ ആഗ്രഹിക്കാം. ഒന്ന് കരഞ്ഞത്, ഇതുപോലെ കരഞ്ഞത് മർദ്ദലക്കാരത്തി മറിയ. നന്നേ ഇരുട്ടുള്ളപ്പോൾ ആ കല്ലറയ്ക്കൽ ആരുമില്ലായിരുന്നു, അവൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അത്രയ്ക്കും ഒരു അവസ്ഥയിൽ നിന്ന് ദൈവം അവളെ പുറത്തെടുത്തത്. അപ്പോൾ അതുകൊണ്ട് അവൾക്ക് കരയാതിരിക്കാൻ പറ്റിയല്ല. അവിടെ എൻ്റെ പ്രാണപ്രിയ നിങ്ങൾ എവിടെയാണ് വെച്ചതെന്നും ചോദിച്ചുകൊണ്ടാണ് അവിടെ കരഞ്ഞുകൊണ്ട് നിൽക്കുമ്പോൾ അവിടെ നമുക്ക് വ്യക്തമായിട്ട് വായിച്ച് നമുക്കറിയാം. കർത്താവ് പറയുന്നൊരു വാക്കുണ്ട്, എന്നെ തുടരുത്, ഞാൻ സ്വർഗത്തിൽ പോയിട്ടില്ല. പക്ഷെ ഞാൻ പറഞ്ഞതിൻ്റെ സാരം, നിൽക്കുന്നവരുടെ നടുവിൽ നമ്മുടെ ആവശ്യത്തെ മാറ്റി വെച്ചിട്ട് തത്വം പറയുന്ന ഒരു ദൈവമല്ല നമ്മുടെ ദൈവം.
അവിടെ ആവശ്യം എന്താണോ അവിടെ താൻ മഹത്വപ്രശ്നം പോകുന്നതിന് മുമ്പ് തൻ്റെ കണ്ണുനീരിന് മുമ്പിൽ അവർക്ക് മറുപടി കൊടുത്തിട്ടാണ് ദൈവം പോയത്. പ്രൈസ് ദി ലോർഡ്. അങ്ങനെയാണെങ്കിൽ ഇന്ന് പകൽ ഹല്ലേലൂയ നാം കരയുന്ന എത്ര വിഷയമായാലും, എത്ര പ്രാർത്ഥിച്ചിട്ടും ഉപവസിച്ചിട്ടും നടക്കാത്ത കാര്യമാണെങ്കിലും കണ്ണുനീരോടെ ദൈവത്തിൻ്റെ സന്നിധിയിൽ അത് പകരുമെങ്കിൽ അതിന് മറുപടി നാളെയല്ല, ഇന്ന് തന്നെ എൻ്റെ ദൈവത്തിന് ചെയ്യാൻ കഴിയും. പ്രൈസ് ദി ലോർഡ്. ഞാനിവിടെ ഇരിക്കുമ്പോൾ ഞാൻ ഒത്തിരി കരഞ്ഞിട്ടുണ്ട്. എല്ലാവരും സൺഡേ സ്കൂളിന് പോകുമ്പോൾ, എല്ലാവരും കൺവെൻഷന് പോകുമ്പോൾ, എല്ലാവരും ആരാധിക്കാൻ പോകുമ്പോഴൊക്കെ ഒരു ജീവശവം പോലെ കസരയിൽ നോക്കി ഇരുന്നിട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ എനിക്ക് കിട്ടിയ ഭാഗ്യമാണ് ഇന്നും എൻ്റെ കർത്താവിനെ പാടി സ്തുതിക്കാൻ, ദൈവം തന്ന ആരോഗ്യത്തിന് ദൈവത്തെ സ്തുതിക്കാനും ദൈവത്തെ ആരാധിക്കാനും ദൈവനാമത്തിന് വേണ്ടി എന്തൊക്കെ ചെയ്യാം അതൊക്കെ ചെയ്യാം ദൈവം ഇന്നും എനിക്ക് ബലം തന്നിട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ്. പ്രിയപ്പെട്ടവർ, ഞാനൊരു കാര്യം കൂടെ പറയാം. നമുക്ക് തന്ന സാധ്യതകൾക്ക്, നമുക്ക് തന്ന ആരോഗ്യത്തിന് ഇവിടെ കണക്ക് പറഞ്ഞില്ലെങ്കിലും കണക്ക് പറയേണ്ട ഒരു സ്ഥലം സ്വർഗത്തിലുണ്ട്. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അവിടെ ചെല്ലുമ്പോൾ നമ്മളോട് എണ്ണി ദൈവം ചോദിക്കും, ഞാൻ തന്ന കരം, ഞാൻ തന്ന ശക്തി, ഞാൻ തന്ന കൈകൾക്ക് ബലം തന്നു, നീ എനിക്ക് എന്ത് ചെയ്തു എന്ന് ചോദിച്ചാൽ നമുക്ക് മറുപടി ഉണ്ടോ പ്രിയപ്പെട്ടവരെ? നാളെ നമ്മൾ കാണുമെന്ന് ആർക്കെങ്കിലും പറയാൻ ധൈര്യമുണ്ടോ? പ്രൈസ് ദി ലോർഡ്. ഇല്ല. ഹല്ലേലൂയ. ഒരിക്കൽ നമുക്ക് ഒരു മനുഷ്യൻ എന്ന് പറയുമ്പോൾ അല്പനേരത്തേക്ക് നാളെ നമ്മൾ കാണുമോയെന്ന് നമുക്കറിയത്തില്ല. അപ്പോൾ ഒരു പാട്ടുകാരനോട് ഇൻ്റർവ്യൂ ചെയ്തപ്പോൾ അദ്ദേഹം ചോദിച്ചു, നിങ്ങൾ എന്തിനാണ് ഇത്ര ഉച്ചത്തിൽ പാടുന്നത് എന്താണെന്ന്. അദ്ദേഹം പറഞ്ഞ മറുപടി എന്നെ ഒത്തിരി അതിശയിപ്പിച്ചു. അദ്ദേഹം പറഞ്ഞ മറുപടി ഇതാണ്: നിങ്ങൾ ചോദിച്ച ചോദ്യം നല്ലതാണ്, ഈ ശബ്ദം കൊണ്ട് ഇത്ര ശബ്ദത്തിൽ പാടുന്നുണ്ടെന്ന് ചോദിച്ചാൽ എനിക്ക് പറയാൻ ഒരു കാരണമുണ്ട്. ഓരോ വേദികളും ഓരോ ശുശ്രൂഷ തലവും എൻ്റെ ജീവിതത്തിൻ്റെ ലാസ്റ്റ് അവസരമാണെന്ന് വിചാരിക്കുന്ന ഒരാളാണ് ഞാൻ. അപ്പോൾ എൻ്റെ ദൈവത്തിന് കൊടുക്കുമ്പോൾ ഏറ്റവും മേൽത്തരമായതാണ് എൻ്റെ ശബ്ദം. നമ്മുടെ പ്രാപ്തിക്ക് മുകളിലാണ് ഞാൻ എൻ്റെ ദൈവത്തെ. അപ്പം നാളെ എനിക്കുണ്ടോയെന്ന് എനിക്കറിയത്തില്ല, നാളെ എനിക്ക് പാടാൻ അവസരം കിട്ടുമെന്ന് എനിക്കറിയത്തില്ല. പക്ഷേ കിട്ടുന്ന സമയം ദൈവത്തെ എൻ്റെ ശബ്ദം പോയാലും വേണ്ടില്ല, ആ കർത്താവിന് ഏറ്റവും ബെസ്റ്റായിട്ട് കൊടുക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അതുപോലെ തന്നെയാണ് കായിൻ്റെയും കാബേലിൻ്റെയും യാഗത്തിൽ. പ്രൈസ് ദി ലോർഡ്. എന്താണ് ആ യാഗത്തിൽ ഏറ്റവും മേൽത്തരമായതാണ് കർത്താവ് ഹാബേൽ കർത്താവിന് കൊടുത്തത്. അതിന് 4 കൂട്ടം കാര്യങ്ങൾ ഏറ്റവും മേൽത്തരമാണെന്ന് പറയാൻ 4 കാര്യങ്ങളുണ്ട്. ഏറ്റവും മേൽത്തരം, ഒന്നാമത്തെ കാര്യം തൻ്റെ പിതാക്കന്മാരായി കൈമാറി വരുന്നൊരാടാത്. 2, തൻ്റെ കുടുംബത്തിൻ്റെ പ്രൈഡാത്. കാരണം അടുത്ത ബ്രീഡിന് വേണ്ടി മാറ്റി വച്ചിരിക്കുന്നതാണ് ഈ ആടിനെ. അതിനെയാണ് ഹാബേൽ കർത്താവിൻ്റെ സന്നിധിയിൽ യാഗം കൊടുത്തത്. കായിൻ കൊടുത്തതോ തൻ്റെ ഫലപുഷ്ടി എടുത്തുകൊണ്ട്. അതുകൊണ്ട് ആ യാഗത്തെ ദൈവം പ്രസാദിക്കാഞ്ഞത്. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ നമ്മൾ കൊടുക്കും, നമ്മളൊരു സ്തോത്രയെ പറഞ്ഞുള്ളെങ്കിലും, നമ്മളൊരു ഹാലുലിയെ പറഞ്ഞുള്ളെങ്കിലും, അത് ഹൃദയത്തിൻ്റെ അടിത്തട്ടിൽ നിന്ന് പറയുമ്പോഴാണ് കർത്താവ് അതേ ദൈവം സ്വീകരിക്കത്തുള്ളൂ. അപ്പം ഇങ്ങനെ നാട്ടിലൊരു പഴഞ്ചൊല്ലുണ്ട്, താനേ പൂക്കുന്ന ചെടിക്കേ മണമുള്ളൂ. പ്രൈസ്. അപ്പോൾ നാം ഹൃദയത്തിൻ്റെ അകത്തുനിന്ന് ദൈവത്തിന് കൊടുക്കുമ്പോഴാണ് അത് സ്വീകരിക്കാനാണ് ദൈവം വന്നത്. പ്രൈസ്. അല്ലാതെ ആരും പറഞ്ഞിട്ട് ചെയ്യുന്നതിനെക്കാട്ടിലും നല്ലത് നമ്മുടെ ഹൃദയത്തിൻ്റെ അകത്തട്ടിൽ നിന്ന് പറയുമ്പോഴാണ് അത് കേൾക്കാനാണ് ദൈവം അത് സ്വീകരിക്കാനാണ് നമ്മുടെ ദൈവത്തിന് ആഗ്രഹം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആ കണ്ണുനീരിൻ്റെ മുമ്പിൽ ഒരിക്കലും മറികടന്ന് പോകുക. അതുപോലെ വേറൊരാളും കൂടെ ഉണ്ട്, നൈൽ എന്ന പട്ടണത്തിലെ വിധവ. പ്രൈസ് ദി ലോർഡ്. അവരുടെ ആ ജൂയിഷ് കൾച്ചർ അനുസരിച്ച് അവൾ കല്ലറയ്ക്ക് വരെ കരയണം. അവിടെ നാട്ടുകാരും അവിടെ സ്വന്തക്കാരും അവിടെ ചുറ്റുപാടും എല്ലാവരും പറയും അവളോട്, നീ കരഞ്ഞോണം, നീ കല്ലറയ്ക്ക് വരെ കരയണം. പക്ഷേ അവളോട് കരയുണ്ടെന്ന് പറയാൻ നമ്മുടെ കർത്താവ് മാത്രമേ അവിടെ ഓടി വരിക. പറയും ഇന്ന് പകലും എനിക്ക് ദൈവമക്കളോട് അതേ പറയാനുള്ളൂ. നമ്മളോട് കരയാൻ ലോകക്കാർ പറയും, നമ്മളോട് കരയാൻ നമ്മുടെ സാഹചര്യം പറയും, നമ്മളോട് കരയാൻ നമ്മുടെ സിറ്റുവേഷൻ പറയും. പക്ഷെ നിന്നോട് കരയണ്ടെന്ന് പറയാൻ ഈ ലോകത്തിൽ ഒരാളേ ഉള്ളൂ. ഹല്ലേലൂയ. അതാണ് നമ്മളെ വിളിച്ച കർത്താവ്. അത് നമ്മുടെ കണ്ണുനീരിന് മുമ്പിൽ അവൻ ഒരിക്കലും മറികടന്ന് പോകത്തില്ല. എത്ര ആഴത്തിലുള്ള വിഷയമായാലും, എത്ര പ്രാർത്ഥിച്ചിട്ടും ഒത്തിരി പേരോട് പറഞ്ഞിട്ടും നിവർത്തിക്കാത്ത വിഷയങ്ങൾ ഇന്ന് ഈ 2025 ഉണ്ടെങ്കിൽ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, നാം കരഞ്ഞ് ദൈവത്തിൻ്റെ സന്നിധിയിൽ പറഞ്ഞാൽ ദൈവം അതിന് നീക്കുപോക്ക് നൽകും. പ്രൈസ് ദി ലോർഡ്. അതുപോലെ എൻ്റെ അനുഭവം പറയാം. ഞാൻ ഈ കറുകച്ചാൽ ബസ് സ്റ്റാൻഡിൽ പ്രാർത്ഥനയ്ക്ക് പോകാൻ നിൽക്കുമ്പോൾ
വീട്ടിൽ നിന്ന് രണ്ട് ബസ് കയറി വേണം ഞങ്ങളുടെ വെണ്ണിക്കുളത്തുള്ള ചർച്ചിൽ പോകാൻ. ഷാജിയമ്പിൾ പാസ്റ്ററിൻ്റെ ചർച്ചിലാണ് ഞാൻ 10-20 വർഷമായിട്ട് കർത്താവിൻ്റെ ദാസനാണ് എന്നെ ഈ ശുശ്രൂഷയിലൊക്കെ എന്നെ കൈപിടിച്ച് കൊണ്ടുവന്നത്. അപ്പോൾ അവിടെ പോകണമെങ്കിൽ 2 ബസ് കയറി വേണം എനിക്ക് അവിടെ എത്തണമെങ്കിൽ. പക്ഷേ എന്നെ കാണുമ്പോൾ ബസ്സുകാർ നിർത്തുകയല്ല. ഞാൻ ഇവിടത്ത് നിൽക്കുവാണെങ്കിൽ അവിടെ നിന്ന് അപ്പുറത്ത് ദൂരെ കൊണ്ടുപോയി മാറ്റി നിർത്തും. കാരണം ഞാൻ കയറരുത്. കാരണം അവരെ കുറ്റം പറഞ്ഞൊരു കാര്യമില്ല, അവർക്ക് സമയമില്ല. അപ്പോൾ എന്നെ കണ്ടാൽ അവർ ദൂരെ കൊണ്ട് ബസ് നിർത്തും. ഞാൻ ഒരിക്കലും ഓടി എത്തത്തില്ലെന്ന് അവർക്കറിയാം, നടന്ന് വരത്തില്ലെന്ന് അവർക്കറിയാം. പക്ഷേ അവിടെ നിന്ന് ഒരു ദിവസം ഞാൻ ബസ്സിൽ കയറി, ചമ്പക്കര ബസ്സിൽ കയറി. എല്ലാവരും വരുന്നതിന് മുമ്പ് എല്ലാ ബസ്സിലും കയറാൻ പ്രയാസമുള്ളതുകൊണ്ട് ചെറിയ സ്റ്റെപ്പിലാണ് ഞാൻ കയറാൻ നമുക്ക് സൗകര്യം അതാണ്. അപ്പോൾ ആ ബസ്സിൽ കയറി ബസ്സിലിരിക്കുക. അപ്പോൾ ബസ്സിൽ ആരുമില്ല. പോകാൻ സമയമായപ്പോഴത്തേക്ക് ബസ് മൊത്തം നിറഞ്ഞു. അപ്പോൾ ടിക്കറ്റ് എടുത്തുകൊണ്ട് അദ്ദേഹം ഇങ്ങനെ നടന്നു ഇങ്ങനെ വന്നപ്പോൾ എൻ്റെ അടുത്ത് എന്നെ കണ്ടു. അപ്പോൾ അദ്ദേഹം കണ്ടപ്പോൾ എൻ്റെ മുഖത്തിൻ്റെ ഭാവമെല്ലാം അങ്ങ് മാറി. അദ്ദേഹം പറഞ്ഞു, ഇനി മേലിൽ ഈ വണ്ടിയെ കയറിയിരിക്കരുത്. ഈ മേലിൽ ഈ വണ്ടിയെ കയറിയിട്ടുണ്ടെങ്കിൽ നിന്നെ തള്ളിയിടും, നിന്നെ ഇനി എൻ്റെ കാല് മുട്ടുകാല് തല്ലി ഓടിക്കുമെന്ന്. അദ്ദേഹം അത്രയും പേരുടെ കയ്യെ പിടിച്ചുകൊണ്ട് അത്രയും പേരെ നിൽക്കേ എൻ്റെ കയ്യെ പിടിച്ച് അദ്ദേഹം വെറുതെ ഇറക്കി വിട്ടു. പക്ഷെ അന്ന് കരഞ്ഞൊരു കണ്ണുനീരുണ്ട് പ്രിയപ്പെട്ടവർ. നമ്മുടെ സാഹചര്യങ്ങൾ വരുമ്പോൾ നമ്മുടെ ഹൃദയം കലങ്ങിപ്പോവും. നമുക്ക് എന്നാ ചെയ്യണമെന്ന് അറിയത്തില്ല. അന്ന് ഞാൻ ഒത്തിരി വാവിട്ട് ഒത്തിരി അവിടെ കരഞ്ഞു. പ്രൈസ് ദി ലോർഡ്. ഹാല ഞാൻ പറഞ്ഞതിൻ്റെ സാരം, ഇന്ന് വാഹനം ഓടിക്കാനൊക്കെ കർത്താവ് അത് ഓടിക്കാനുള്ള സാഹചര്യങ്ങളെ, ടെക്നോളജികളെ ദൈവം നമുക്ക് വേണ്ടി മാറ്റി തരും. നാം കരയുന്ന വിഷയം, ഹല്ലേലൂയ, എത്രതാണെങ്കിലും നമ്മുടെ മേൽ ദൈവത്തിൻ്റെ ചെങ്കോൽ നീട്ടുന്ന ഒരു സമയമുണ്ട് പ്രിയപ്പെട്ടവരെ. പ്രൈസ്. അത് ഇന്നറിയത്തില്ല. പക്ഷേ നാം എന്തിനു വേണ്ടി കരഞ്ഞുവോ, നാം ഏത് ആവശ്യത്തിന് കരഞ്ഞുവോ, ഏത് അവസരത്തിൽ കരഞ്ഞുവോ, ഏത് കാര്യത്തിന് വേണ്ടിയാണ് കരഞ്ഞെങ്കിൽ നിന്നെ ആ കാര്യത്തിൽ തന്നെ ദൈവം ഉയർത്തും, നിന്നെ ആ കാര്യത്തിൽ തന്നെ ദൈവം മാനിക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എൻ്റെ കൺമുമ്പിൽ ഒത്തിരി പേര് പറഞ്ഞു കേട്ടിട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ്. അവിടെയൊക്കെ മാറ്റി നിർത്തിയപ്പോൾ അവിടെയൊക്കെ നടുവിൽ ഇന്നും ദൈവം ഉയർത്തി എന്നെ. ഈ ദൈവത്തിൻ്റെ ആ സ്നേഹത്തെ ഓർക്കുമ്പോൾ കരയാതിരിക്കാൻ പറ്റത്തില്ല. നമ്മളെക്കാൾ ബലമുള്ളവരും നമ്മളെക്കാൾ ആരോഗ്യമുള്ളവരൊക്കെ ഉണ്ട് പ്രിയപ്പെട്ടവരെ. അവരെയൊക്കെ മാറ്റി നിർത്തിയിട്ടാണ് നമുക്ക് ഈ ശ്രേഷ്ഠ പുരോഹിത വർഗത്തിൽ ദൈവം നമ്മളെ ആക്കി വെച്ചത്. അതിൻ്റെ വില എത്രതാണ് നമുക്ക് പലപ്പോഴും അറിയത്തില്ല. പക്ഷേ പിശാചിനറിയാം. നമ്മുടെ മേൽ കിടക്കുന്ന അഭിഷേകവും നമ്മുടെ മേൽ കിടക്കുന്ന വിളിയൊക്കെ നമുക്കറിയത്തില്ലെങ്കിലും പിശാചിനറിയാം. പിശാച് ഒരിക്കലും ആഗ്രഹിക്കത്തില്ല നിന്നെ വിളിച്ച വിളിയിലേക്ക് നീ കാലെടുത്ത് വെക്കണമെന്ന്. അങ്ങനെ ആഗ്രഹിക്കുമോ? ഒരിക്കലും പിശാച് ദൈവം നമ്മളെ വിളിച്ച വിളിയിലേക്ക് കാലെടുത്ത് വെക്കാൻ ആ ഒരു ബോധം ഒരിക്കലും പിശാച് തരത്തില്ല. കാരണം നീ കാലെടുത്ത് വെച്ചാൽ നീ ചെല്ലുന്നോടം അനുഗ്രഹിക്കപ്പെടും. നീ ആ വിളിയിലേക്ക് കാലെടുത്ത് വെച്ചാൽ നീ ചെല്ലുന്ന കുടുംബം വിടിവിക്കപ്പെടുകയാണ്. നീ ചിലർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ, നീ വചനം പറയുമ്പോൾ, പാടുമ്പോഴൊക്കെ അവിടെ വലിയ ദൈവപ്രവൃത്തി നടക്കും. പ്രൈസ്. അതുകൊണ്ട് നാം നമ്മുടെ വിളിയിലേക്ക് അടുക്കുന്നു തോന്നുമ്പോൾ നമ്മളെ എങ്ങനെയൊക്കെ അതിൽ നിന്ന് ഡൈവേർട്ട് ചെയ്യാമോ, നമ്മളെ എങ്ങനെയൊക്കെ നമ്മൾ അതിൽ നിന്ന് മാറ്റാമോ എന്നാണ് പിശാചിൻ്റെ തന്ത്രങ്ങൾ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കാരണം എന്താണെന്നറിയാമോ? അതിന് വലിയൊരു മർമ്മമുണ്ട്. കാരണം ലൂസിഫർ അവിടെ നിന്നാണ് പോകുന്നത്. എവിടുന്ന? ആ സ്വർഗം മഹോന്നതങ്ങളെ കണ്ടിട്ടാണ്, അവിടുത്തെ സൗന്ദര്യം കണ്ടിട്ട് അവൻ അവിടുന്ന് വെട്ടിത്തൂരിട്ടത്. അതുകൊണ്ട് ഇവിടുന്ന് ഒരൊറ്റ മനുഷ്യൻ അങ്ങോട്ട് പോകാൻ അവൻ സമ്മതിക്കുമോ? ഇല്ല. പക്ഷെ നാം അതിനെ പൊട്ടിച്ച് വേണം കയറാൻ. അതുകൊണ്ടാണ് നമ്മളെ ജയത്തോടെ നടത്താൻ എൻ്റെ കൃപ നിനക്ക് മതിയെന്ന് പറയുമ്പോൾ നമ്മളെ കൊണ്ടൊന്നും അതിനെ ജയിക്കാൻ പറ്റത്തില്ല. പക്ഷേ ദൈവത്തിൻ്റെ കൃപയുണ്ടെങ്കിലുണ്ടല്ലോ നമുക്കേത് വിഷയത്തെയും ജയിക്കാം. ദൈവത്തിൻ്റെ കൃപയുണ്ടെങ്കിലുണ്ടല്ലോ നമുക്കേത് പ്രതിസന്ധിയെയും ജയിക്കാം. ദൈവത്തിൻ്റെ കൃപയുണ്ടെങ്കിലുണ്ടല്ലോ ഏത് വിഷയത്തെയും അതിജീവിക്കാൻ കഴിയുന്ന ഒരു അസാധാരണമായ ഒരു കൃപയാണ് ദൈവം നമ്മുടെ മേൽ പകർന്നത്. പ്രൈസ് ദി ലോർഡ്. അതിങ്ങനെ ഞാൻ പറയാറുണ്ട്, നമ്മുടെ മേൽ പകർന്ന നിയോഗങ്ങളൊക്കെ ഒരു ഡേഞ്ചറസ് അനോയിൻറ്റിങ്ങാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അല്ലേ? ആണോ? പ്രൈസ് ദി ലോർഡ്. പലപ്പോഴും നമുക്ക് ആ ബോധമില്ല പ്രിയപ്പെട്ടവരെ. എന്നാൽ കർത്താവിന്റെ ദാസൻ പറഞ്ഞതുപോലെ പലപ്പോഴും നമുക്കങ്ങനെ ഒരു എഫേസ്യ ലേഖനം വായിക്കുന്ന വീട്ടിൽ പോയി വസ്ത്രമാകും വായിക്കണം. എഫേസ്യ ലേഖനം നമുക്ക് സ്വർഗത്തിലെ സകലവിധമാകുന്ന ആത്മീയ അനുഗ്രഹങ്ങളാലും ക്രിസ്തേശു നമ്മളെ അനുഗ്രഹിച്ചേക്കാന്നാണോ പറഞ്ഞേ? അല്ല, അനുഗ്രഹിച്ചിരിക്കുക. വേറെ സ്വന്തം പുത്രനെ ആദരിക്കാതെ നമുക്ക് വേണ്ടി ഏൽപ്പിച്ച് തന്ന നമുക്കൊരു സകലതും
നൽകാതിരിക്കുവോ? ഇല്ല. നമ്മളെ ഇരുത്തിയിരിക്കുന്ന അവിടാ. സകല വാഴ്ചകൾക്കും എല്ലാം മേളിലാണ് ദൈവം നമ്മളെ ഇരുത്തിയിരിക്കുന്നത്. നമ്മുടെ പൊസിഷൻ പലപ്പോഴും നാം ഈ ലോകത്തിൽ ദത്തെടുപ്പും വീണ്ടെടുപ്പൊക്കെ ഭയങ്കര നൂലാമാലകളല്ലേ. പക്ഷെ ദൈവം നമ്മളെ വീണ്ടെടുത്ത്, ദൈവം നമ്മളെ ദത്തെടുത്ത് ആ ഒരു വലിയ പദവി നാം എത്ര പേര് ഓർക്കാറുണ്ട്? ഹല്ലേലൂയ, പ്രൈസ്. അത് നാം ഓർക്കണം പ്രിയപ്പെട്ടവരെ. നമ്മളെ വീണ്ടെടുത്തത്, നമ്മളെ ദത്തെടുത്തത്, നമ്മളെ കൂട്ടവകാശിയാക്കി തീർത്തത്, ആ ദൈവത്തിൻ്റെ സ്നേഹം നമുക്ക് ഓർക്കണം. നമ്മൾ ഒരിക്കലും അതിഥികളല്ല, നാം എല്ലാം ആ കൂട്ടവകാശികളാണ്. ആ അവകാശി വരുന്നത് കാണുമ്പോൾ അറിയാം അവൻ്റെ വരവും അവൻ്റെ പാട്ടും അവൻ്റെ പ്രാർത്ഥനയും അവൻ്റെ കയ്യടിയും അവൻ്റെ ആരാധനയൊക്കെ അനുഭവമുള്ളവർക്ക് ഒരിക്കലും ദൈവത്തെ ആരാധിക്കാതിരിക്കാൻ പറ്റത്തില്ല പ്രിയപ്പെട്ടവരെ. പ്രൈസ് ലോർഡ്. അതുകൊണ്ടാണ് പ്രൈസ് ലോർഡ് ഞാൻ പറഞ്ഞത്, കണ്ണുനീരിന് മുമ്പിൽ ഒരിക്കലും എൻ്റെ ദൈവം മറികടക്കുകയല്ല. ആരെല്ലാം കരഞ്ഞിട്ടുണ്ടോ അവരുടെ എല്ലാം വിഷയത്തിന് ദൈവം പരിഹാരം തരും. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. ഏത് വിഷയമായിക്കോട്ടെ. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. ഒത്തിരി അനുഭവങ്ങളുണ്ട് ദൈവം തന്നത്. പ്രൈസ്. ഒത്തിരി അനുഭവത്തിൻ്റെ കൂടെയാണ് ദൈവം ഇതുവരെയും എന്നെ കൊണ്ടുവന്നത്. ഹല്ലേലൂയ. ഒത്തിരി കർത്താവ് ഞങ്ങൾ ഒത്തിരി അത്ഭുതമായി, ഒത്തിരി അതിശയമായാണ് ദൈവം നമ്മളെ നടത്തി. കാരണം ദൈവം നമ്മളെ വിളിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ വാഗ്ദത്തത്തിൽ നിന്ന് ഒരിക്കലും മാറ്റാൻ ആരെക്കൊണ്ടും പറ്റത്തില്ല. കാരണം അറിയോ, നാം കരഞ്ഞാൽ മതി. ദൈവത്തിൻ്റെ സന്നിധിയിൽ നെടുമ്പാട് വീട് കരഞ്ഞാൽ ദൈവം നമ്മളെ ആദരിക്കാതിരിക്കത്തില്ല. എല്ലാവരും പാട്ട് പാടുമ്പോൾ, എല്ലാവരും കൈയടിക്കുമ്പോൾ, എല്ലാവരും നിന്ന് പാട്ടൊക്കെ പാടുമ്പോൾ ഞാനും ആഗ്രഹിച്ചിട്ടുണ്ട് എനിക്കും അതുപോലെയൊക്കെ പാടാൻ പറ്റുമോ എന്ന്. വീട്ടിൽ TV ഇട്ടിട്ട് ഞാൻ അത് കണ്ട് ഞാൻ കരഞ്ഞിട്ടുണ്ട്. കർത്താവ്, എനിക്കും എന്ന് ഇതുപോലെ പാടാൻ പറ്റും, മറ്റുള്ളവരുടെ മുമ്പിൽ എൻ്റെ ദൈവത്തെ എനിക്ക് എന്ന് പാടാൻ പറ്റുമെന്നൊക്കെ ഓർത്ത് ഞാൻ കരഞ്ഞിട്ടുണ്ട്. അമ്മ എന്നെ കൺവെൻഷനൊക്കെ വരുമ്പോൾ ഏറ്റവും ഫ്രണ്ടിൽ കൊണ്ടിരുത്തും, എല്ലാവരും വരുന്നതിന് മുമ്പ്. പക്ഷെ അവിടെ നിന്ന് ഞാൻ കരഞ്ഞിട്ടുണ്ട്. കർത്താവ്, എനിക്കെന്ന് ഇതുപോലെ പാടാൻ പറ്റും. പ്രൈസ്. ഇന്ന് നമ്മുടെ ഹൃദയത്തിന് ദൈവരാജ്യത്തിന് വേണ്ടി പ്രയോജനപ്പെടണമെന്ന് ഒരാഗ്രഹമുണ്ടെങ്കിൽ പ്രൈസ്, ദൈവം അതിനെ ആദരിക്കാതെ പോകത്തില്ല. ഒരു പക്ഷേ സാധ്യതകൾ നമ്മുടെ മുമ്പിൽ നോക്കുമ്പം സാധ്യതകൾ ഇല്ല, പക്ഷെ ദൈവത്തിന് സാധ്യതയുണ്ട്. നമ്മൾ മാനുഷികമായി പലപ്പോഴും നാം ചിന്തിക്കാറുണ്ട് പ്രൈസ്, മാനുഷികമായി ചിന്തിച്ചാൽ ഒന്നും നടക്കില്ല. പക്ഷേ ദൈവം നമുക്ക് വേണ്ടി വെച്ചിരിക്കുന്ന ഒരു സമയമുണ്ട്. അങ്ങനെയല്ല തിരുവചനം പറയും, ദർശനത്തിന് 1.5 അവധിയില്ല. വിശ്വസിക്കുന്നവരുണ്ടോ? ഞാൻ അങ്ങനെയൊക്കെ വിശ്വസിക്കും. ദർശനത്തിൽ ഒരു 10 അവധിയൊന്നും ഞാൻ വിശ്വസിക്കുന്നില്ല. ഒറ്റ അവധിയെ വെച്ചിട്ടുള്ളൂ. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. ഈ 2025 നമുക്ക് പകർന്ന ദർശനത്തിനൊക്കെ ഒരവധി ദൈവം വെച്ചിട്ടുണ്ട്. അത് കഴിയുമ്പോൾ ദൈവം അതിനെ പുറത്തെടുക്കും. അത് കഴിയുമ്പോൾ ദൈവം നമ്മൾക്കത് നൽകും. അത് കഴിയുമ്പോൾ ദൈവം നമുക്ക് തരാതിരി. കാരണം ഒറ്റ കണ്ടീഷൻ, നാം വിശ്വസ്തയോടെ ദൈവത്തെ സേവിച്ചാൽ മതി, നേരോടെ ദൈവത്തെ സേവിച്ചാൽ മതി. നാം തിരുവചനം പറയുന്നത് പോലെ ദൈവവചനപ്രകാരം നാം ജീവിച്ചാൽ ദൈവം നമുക്ക് എല്ലാത്തിനും തരും. പലപ്പോഴും നമുക്ക് പല കാര്യങ്ങൾ നമുക്ക് തിരിച്ച് മറുപടി പറയാൻ പറ്റത്തില്ല. കാരണം നമ്മുടെ ജീവിതം കൊണ്ട് അത് തെളിയിക്കണം. മറുപടി പറഞ്ഞാൽ നമ്മുടെ സാഹചര്യ കാര്യങ്ങളും പോയി. ഒരു എഴുത്തുകാരൻ ഇങ്ങനെയാണ് പറഞ്ഞത്, നമ്മൾ പ്രാർത്ഥിച്ച് കരഞ്ഞ് പ്രാപിച്ച കൃപ പറഞ്ഞു കളയും. എത്ര വില കൊടുത്തിട്ട് നമ്മൾ ഓരോ കൃപകൾ പ്രാപിക്കുന്നത്, പക്ഷേ ആ കൃപയെല്ലാം നാം പറഞ്ഞു കളയും. സാഹചര്യങ്ങൾ വരുമ്പോൾ നാം പറഞ്ഞു കളയും. അതുകൊണ്ട് അത് ഒത്തിരി വില കൊടുത്തിട്ടാണ് നമ്മളത് നേടിയത്. അവിടെ നമ്മൾ മിണ്ടാതിരുന്നാൽ മതി, ദൈവം പ്രവർത്തിച്ചോളും. പല കാര്യങ്ങളും ദൈവം നമുക്ക് വേണ്ടി യുദ്ധം ചെയ്യുമ്പോൾ ദൈവം ആഗ്രഹിക്കുന്നതും നാം കഷ്ടത്തിൽ കടന്നു പോകുമ്പോഴൊക്കെ ദൈവം അതിൽ നിന്നൊക്കെ ആഗ്രഹിക്കുന്ന ഒരു ഒറ്റ കാര്യമുണ്ട്, നീ അതിനത് ജയിക്കാൻ പറ്റുമോ, നീ ഒന്ന് മിണ്ടാതിരിക്കാൻ പറ്റുമോ, ഞാൻ നിന്നെ തെളിയിച്ചോളാം. അതുകൊണ്ട് തിരുവചനം, പരീക്ഷ സഹിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. ദൈവത്തിൽ പരീക്ഷയും പ്രതിസന്ധിയൊക്കെ കടന്നു വരുമ്പോൾ ദൈവം ആഗ്രഹിക്കുന്നത് നമ്മളൊന്നും പ്രതികരിക്കാതിരുന്നാൽ മതി, ദൈവം നമുക്ക് വേണ്ടി യുദ്ധം ചെയ്യും. അപ്പോൾ ഇന്ന് ഈ കർത്തൃപകലിൽ എനിക്ക് ദൈവമക്കളോട് പറയാനുള്ളത്, നമ്മുടെ ഉഴൽച്ചകളെയൊക്കെ എണ്ണുന്നൊരു കർത്താവുണ്ട്. നമ്മുടെ ഉഴൽച്ചകളെല്ലാം കർത്താവ് അറിയാം. അതിനൊക്കെ ദൈവം ഒരു സമയം വെച്ചിട്ടുണ്ട്. ആ സമയം വരുമ്പോൾ അത് നമ്മുടെ കരങ്ങളിൽ കിട്ടും. ഇന്ന് രാത്രി, ഇന്ന് പകൽ, ഈ കർത്തൃപകലിൽ നമ്മളെ കരയിക്കുന്ന വിഷയങ്ങൾ എന്താ ഉള്ളത്? നാളുകളായി നമ്മളെ കരയ്ക്ക് നമ്മുടെ കുഞ്ഞുങ്ങളെ ഓർത്ത്, നമ്മുടെ തലമുറകളെ ഓർത്ത്, നമ്മുടെ സഭയെ ഓർത്ത്, നമ്മുടെ ശുശ്രൂഷകളെ ഓർത്ത്, നമ്മുടെ കിടക്കുന്ന വിളികളെ ഓർത്ത് നാം ഒരു നേരങ്ങളിൽ കരഞ്ഞിട്ടുണ്ടോ? ദൈവമേ പലപ്പോഴും അങ്ങ് ആഗ്രഹിക്കുന്ന അളവിൽ എനിക്ക് എത്തപ്പെടാൻ പറ്റിയിട്ടില്ല. നാളെ എന്നുള്ള നമുക്ക് അവസരം ഇല്ല പ്രിയപ്പെട്ടവരെ. ഒരു നിമിഷം നമ്മുടെ കണ്ണുകളെ അടച്ച്, ഒരു നിമിഷം നമ്മുടെ കണ്ണുകളെ ദൈവത്തിന് അടച്ചിട്ട് കർത്താവിനോട് ആത്മാർത്ഥമായിട്ട് പറഞ്ഞു, കർത്താവേ, അങ്ങ് എന്നെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് എന്താ? പലപ്പോഴും ഞാൻ കർത്താവിനോട്, കർത്താവേ, ഈ വൈകല്യമുള്ള എന്നെ
അവിടുന്ന് എങ്ങനെയൊക്കെ ഉപയോഗിക്കാവോ അങ്ങനെയൊക്കെ തിരുരാജ്യത്തിന് വേണ്ടി ഉപയോഗിക്കണമെന്ന് ഞാൻ പലപ്പോഴും പ്രാർത്ഥിക്കും. ഇന്ന് പകൽ നമുക്ക് അങ്ങനെ ഒരു ആഗ്രഹമുണ്ടോ? കർത്താവെ, അവിടുന്ന് എന്നെക്കുറിച്ച് ആഗ്രഹിക്കുന്ന അളവിൽ, അങ്ങ് എന്നെക്കുറിച്ച് ആഗ്രഹിക്കുന്ന അളവിൽ എനിക്കിന്നും എത്തപ്പെടാൻ പറ്റിയിട്ടില്ല. കർത്താവെ, വരും വർഷങ്ങളെങ്കിലും ആത്മാർത്ഥമായിട്ട് കർത്താവ് പറഞ്ഞ്, കർത്താവെ, അവിടുന്ന് എന്നെ വിളിച്ച് ഈ ശ്രേഷ്ഠകരമായ കൃപയിലേക്ക് കൊണ്ടുവന്നപ്പോൾ അങ്ങ് എന്നെക്കുറിച്ച് കണ്ട സ്വപ്നങ്ങൾ, നമുക്ക് നമ്മുടെ കുഞ്ഞുങ്ങളെക്കുറിച്ച് ഒത്തിരി സ്വപ്നങ്ങളുണ്ട് അല്ലേ? അവർ നല്ല രാജ്യത്തെത്തണം, അവർക്ക് നല്ല ഭാവി ഉണ്ടാകണം, അവർക്ക് നല്ല വിദ്യാഭ്യാസ യോഗ്യത വേണം, അവർക്ക് നല്ല കുടുംബം ഉണ്ടാകണം എന്നൊക്കെ നമ്മുടെ ആഗ്രഹം. പക്ഷേ അതിനെക്കാട്ടും ഉയർന്നതല്ലേ ദൈവത്തിന് നമ്മളെക്കുറിച്ചുള്ള ആഗ്രഹം? ഒരു നിമിഷം നമ്മുടെ കണ്ണുകളെ ദൈവത്തിന് അടച്ചിട്ട് കർത്താവേ ഒരു നിമിഷം പ്രാർത്ഥിച്ചേ. ദൈവമേ, അപ്പാ, കർത്താവേ, വരുന്ന വർഷം അവിടുന്ന് അനുവദിക്കുകയാണെങ്കിൽ അവിടുത്തെ നാമത്തിന് വേണ്ടി എരിയാൻ അവിടുന്ന് ഞങ്ങളെ സഹായിക്കണേ. പലപ്പോഴും ഞങ്ങളെ വിളിച്ച വിളിയിലേക്ക് ഞങ്ങൾക്ക് കാലെടുത്ത് വെക്കാൻ പറ്റാത്ത സാഹചര്യം ഞങ്ങളുടെ ജീവിതത്തിലുണ്ട്. വരും വർഷം ദൈവം അനുവദിക്കുവാണെങ്കിൽ കർത്താവിന് വേണ്ടി ദൈവം ആഗ്രഹിക്കുന്ന നിലയിൽ എങ്ങനെയെങ്കിലും ഒരു പാട്ട് പാടാനോ അല്ല മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനോ മറ്റുള്ളവർക്ക് ഒരു സുവിശേഷ ലേഖിലേക്ക് കൊടുക്കാനാണോ? അതുമല്ല, എൻ്റെ ജീവിതം കൊണ്ട് എൻ്റെ കർത്താവിനെ പ്രദർശിപ്പിക്കാൻ, കർത്താവിന് വേണ്ടി സൗരഭ്യവാസനയാകാൻ എന്നെ ഉപയോഗിക്കണേ. കർത്താവേ, നല്ല ദൈവമേ, നല്ല സമയത്തിനായി ഞങ്ങൾ അങ്ങേ വാഴ്ത്തുന്നു, സ്തുതിക്കുന്നു. കർത്താവേ, ഈ 2025 ദിവസത്തിലേക്ക് ഞങ്ങൾ ഓരോ ദിവസത്തിലേക്ക് നോക്കിയാൽ എത്ര അതിശയകരമായ ദൈവം ഞങ്ങളെ നടത്തിയത്. ഒന്നിനും കുറവില്ലാതെ ഞങ്ങളെ ശ്രേഷ്ഠമായി നടത്തി. കർത്താവെ, ഒരു പ്രാവശ്യം കൂടെ ദൈവമക്കളുടെ നടുവിൽ, ഞങ്ങൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട ദൈവമക്കളുടെ നടുവിൽ ദൈവത്തിൻ്റെ നാമമായി നിൽപ്പാൻ അടിയന് കൃപ തന്നതിനാൽ സ്തോത്രം. ദൈവസഭയെ അനുഗ്രഹിക്കണമേ. ഓരോ കുടുംബങ്ങളെയും അവിടുത്തെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഇവിടെ മുഴങ്ങുന്ന ദൈവവചനം, ദൈവത്തിൻ്റെ വചനം 100 200 മേനിയായി ഈ സഭയിൽ കടന്നു വരണേ എന്ന് അവിടുത്തോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ കർത്താവെ, ഞങ്ങൾ വിതയ്ക്കുകയാണ് കർത്താവെ. അത് അനേക ആത്മാക്കളായി കൺവേർട്ട് ചെയ്ത് അവർ ദൈവസഭയിൽ കടന്നു വരണം. അവർ ജീവൻ്റെ പുസ്തകത്തിൽ പേരിടണം. കർത്താവിൻ്റെ വരവെങ്കിൽ അവർ എടുക്കപ്പെടണം. കർത്താവെ, അവിടുത്തെ ദാസനെയും കുടുംബത്തെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ എല്ലാ പിതാക്കളെ, മാതാക്കളെ, സഹോദരന്മാരെയൊക്കെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവ് ഞങ്ങളെ സഹായിക്കണമേന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാം നന്മയ്ക്കായിട്ട് ചെയ്യും. ഞങ്ങൾക്കായി ജീവൻ തന്ന യേശു കർത്താവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. സന്തോഷമുള്ള ദൈവമക്കളെ കരങ്ങൾ ഉയർത്തി സ്തോത്രം ചെയ്തട്ടെ. ഹല്ലേലൂയ. ഒരു ചിന്തകൻ ഇങ്ങനെ പറഞ്ഞു, അതുകൂടെ പറഞ്ഞ് നിർത്താം. കർത്താവെ, ഹെൻറി ഫ്രാങ്ക്ലിൻ ലൈറ്റ് എന്ന ആ വിഖ്യാത എഴുത്തുകാരിങ്ങനെ പറഞ്ഞത്, ഇരുന്ന് തുരുമ്പിക്കാൻ എന്നെ അനുവദിക്കരുത്, കർത്താവിന് വേണ്ടി തേഞ്ഞ് തീരാൻ എന്നെ അനുവദിക്കണം. അടുത്ത വർഷം കർത്താവിന് വേണ്ടി കൂടുതലായി പ്രയോജനപ്പെടാൻ കർത്താവ് നമുക്കിടയാക്കട്ടെ. ഓർക്കുമ്പോൾ എന്നെയും എൻ്റെയും കുടുംബത്തെ ഓർത്ത് പ്രാർത്ഥിക്കണമേ എന്ന് പറഞ്ഞുകൊണ്ട് സാക്ഷ്യം നിരിക്കുന്നു. ദൈവം നമ്മളെല്ലാവരെയും ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ.